നമസ്കാരം. നേമത്ത് LDF സ്ഥാനാർത്ഥി ശിവൻകുട്ടി തോൽക്കുമോ ജയിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്കാർക്ക് പോലും തീർച്ചയില്ല. നിലവിൽ ഇവിടെ കടുത്ത മത്സരമാണ് നടന്നത്. NDAയുടെ രാജീവ് ചന്ദ്രശേഖറും UDFന്റെ ശബരിനാഥുമാണ് മത്സരിച്ചത്. CPMന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ പാർട്ടി അടവുകൾ 18 പയറ്റിയിട്ടുണ്ട്. SDPIയുടെ വോട്ടുകൾ പോലും ആവശ്യപ്പെട്ടു. ഇതിൽ ഒരു പ്രധാന ലക്ഷ്യം BJPയുടെ അക്കൗണ്ട് നേമത്ത് തുറക്കാൻ അനുവദിക്കരുത് എന്നായിരുന്നു. മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടിയെ പാർട്ടി ഇടപെട്ട് തിരുത്തിയാണ് വീണ്ടും മത്സരിപ്പിച്ചത്. സംഘടനാപരമായി CPM ഏറെ പ്രശ്നങ്ങൾ നേരിടുന്ന മണ്ഡലം കൂടിയാണ് നേമം. നേമത്ത് ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇവിടെ CPI ആണ് പ്രതിക്കൂട്ടിലായത്. ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ ആവശ്യപ്പെടുന്ന CPI നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് ലീക്കായത്. CPI ജില്ലാ കൗൺസിൽ അംഗവും അമ്പലത്തറ മുൻ വാർഡ് കൗൺസിലറുമായ VS സുലോചനാണ് നേമത്ത് ശിവൻകുട്ടിക്കെതിരെ സംസാരിക്കുന്നത്. ശബ്ദരേഖ പുറത്തു വന്നതോടെ സുലോചനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നേമത്ത് BJPക്ക് വോട്ട് നൽകി ശിവൻകുട്ടിയെ തോൽപ്പിക്കണമെന്നാണ് സുലോചൻ പറയുന്നത്. ഒരു സുഹൃത്തിനോടാണ് ഈ സംസാരം. തിരഞ്ഞെടുപ്പിൽ താനും ശിവൻകുട്ടിയും തമ്മിൽ ഉടക്കാണ്. രഹസ്യമായി നിങ്ങളെ സഹായിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ശിവൻകുട്ടി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്പലത്തറ താൻ തോൽക്കുന്നതിലും ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞത്. ശിവൻകുട്ടിക്കെതിരെ നേമത്ത് സംഘടിത നീക്കമുണ്ടാകുമെന്നാണ് സുലോചന്റെ വാക്കുകളിൽ തെളിയുന്നത്. CPMന്റെ ചങ്കിടിപ്പാണ് വർദ്ധിക്കുന്നത്. ഈ ശബ്ദരേഖ ഒന്ന് കേട്ടുനോക്കൂ. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലെ ഞാനും ശിവൻകുട്ടിയായിട്ട് ഉടക്കാൻ അറിയാലോ. നമ്മള് മറ്റേ സിവറേജിന്റെ പ്രശ്നവും സ്കൂളിലെ പ്രശ്നമൊക്കെ ഉടക്കാൻ. പക്ഷെ അണ്ണ ഒരു വാക്ക് കറക്റ്റ് ആ കൗൺസിലറിനെ വിളിച്ചെങ്കിൽ ആ കാര്യത്തിൽ ഒരു കൃത്യതയാവും. ശിവൻകുട്ടി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തോക്കണേലും ശിവൻകുട്ടി ഈ CPM മാറിയെന്ന് ചെയ്തത് ശിവൻകുട്ടിയുടെ ഒരു സംഭവമാണ്. CPM മനസ്സിലായി. അങ്ങനെയുള്ള ഒരാളെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മെമ്പറായിട്ട് അവനെ വെക്കണത്? ആരാ ഈ ചെറുക്കനെ? CPI പയ്യൻ പ്രവർത്തിക്കണേ ഈ ഹരിതകർമ്മസേനയിലെ പയ്യൻ. അല്ല അപ്പൊ അല്ല ഞാൻ പാർട്ടി മെമ്പർ എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ ഇവരെല്ലാം എനിക്ക് ഹരിതകർമ്മസേന മുഴുവനും നമ്മളെ മെമ്പർമാരാണ്. ഞാൻ കൗൺസിലർ ആയിരുന്നപ്പം. അത് തന്നെ അല്ല അതിലെ ഹരിതകർമ്മസേന അവര് തന്നെ പറഞ്ഞോ അവരെയും ഇവൻ ചീത്തവണിയും പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ ഒന്ന് ഞാൻ മാറ്റി ഇവന് ഫുഡ് ബേസിലാക്കി. കാര്യം മറ്റൊരുമായിട്ട് സ്ഥിരം പ്രശ്നമാണ്. അങ്ങനെ ഞാൻ അവരെ എല്ലാം ഇതിനാക്കി, എങ്ങനെ പ്ലാസ്റ്റിക് എടുക്കാനാക്കി. യവൻ കുഴപ്പക്കാരനായതുകൊണ്ട് ഇവന്റെ ഭാര്യയും വേറെ കുഴപ്പമുള്ള 4 ഇതിലേക്ക് മാറ്റി ഫുഡ് വേസ്റ്റ്. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ട് പൊയ്ക്കുള്ളൂ. മനസ്സിലായില്ല? അതോടുകൂടി ഇവിടുത്തെ വിഷയം തീർന്നു. ഇവര് ഇതിൽ പ്രശ്നം എന്തറിയാണ്? നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പൊ അണ്ണന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി വരുന്നവരാണ് ആദ്യം വരണത്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നാണ് ഈ അണ്ണന്റെ വീട്ടിലോട്ട് വരണത്. പ്രശ്നം കഴിഞ്ഞിട്ട് നേരെ വരണത് അണ്ണന്റെ വീട്ടിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തെന്ന് ചിന്തിക്കും? നിങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് പറഞ്ഞൂടാ. ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇവൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ടാണ് ഇവൻ കൗൺസിലറുടെ വീട്ടിൽ പോണത്. തിരിച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ല. അങ്ങനെ വരൂല. എന്തെന്നറിയാം, നമ്മളെ വീട്ടിൽ വരൂല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇല്ലല്ലോ. അല്ല നിങ്ങളില്ല, അതാണ് അവിടെ വന്നിട്ടാണ് ഇവൻ തിരിച്ചു വരണത്. അല്ല അതിലുള്ളത് വീഡിയോയിലുള്ളത് എന്തെന്നറിയാം, വീഡിയോയില് ഇവൻ അടി കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വരുന്നു. അല്ലല്ല ആദ്യം അവൻ വരണതുണ്ട്. നിങ്ങളെ വീട്ടിൽ ആളില്ലാത്തോണ്ടായിരിക്കും. അത് ഫുള്ളായിട്ട് നീ എടുത്താൽ മതി, മനസ്സിലാവും. ആ വീഡിയോ ഫുള്ളായിട്ട് അവിടെ നിന്ന് നമ്മൾ പോണതും ഇവൻ നമ്മൾ പോകുന്നവരെ അവൻ വന്നിട്ടില്ലല്ലോ, നമ്മളെ വീട്ടിൽ വന്നിട്ടില്ല. പോയതിനു ശേഷം നിങ്ങളെ വീട്ടിൽ വന്നത്. അപ്പൊ ആരും ഇല്ലാത്തോണ്ട് അവൻ തിരിച്ചു വന്നതായിരിക്കും. അല്ല ഇവൻ നമ്മളെ വീട്ടിൽ നമ്മൾ 9:20 ആകുമ്പോ ഇവിടെ നിന്ന് പോകുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിലാണ് പോണത്. നമ്മൾ തിരിച്ചു വരണത് 1 മണിക്ക് അടുപ്പിച്ചാണ് തിരിച്ചു വരണത്. ഈ സംഭവം കൗൺസിലർ പറയണ അനുസരിച്ചാണെങ്കിൽ 12 മണിക്ക് എന്തോ നടന്നെന്നാണ് അവര് 12:30 ആയപ്പോഴാണ് അവർ എന്നെ വിളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്തോ ആണ് ഇത് നടന്നിരിക്കുന്നത്. ഇവ ഈ യഥാർത്ഥത്തിൽ അവിടെ വരണ സമയം എന്ന് പറയുന്നത്